പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നടന്ന രണ്ട് സംഭവങ്ങൾ പറയാം. അല്പം പഴങ്കഥയാണ്. ഞാൻ ജനിച്ചു വളർന്നത് കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകൂട് എന്ന സ്ഥലത്താണ്. അവിടെ രണ്ട് പ്രധാന മുസ്ലിം പള്ളികളുണ്ട്. ഒരു ചെറിയ പള്ളിയും ഒരു വലിയ പള്ളിയും. പേര് പോലെ തന്നെ ചെറിയ പള്ളി ചെറുതായിരുന്നു. എൻ്റെ ഓർമ്മയിൽ നേരിയ ഒരു ചിത്രം ഇപ്പോഴും ഉണ്ട് ആ പള്ളിയുടെ. അത് പുതുക്കി പണിയാനായിട്ട് തീരുമാനിച്ചു. നിസ്കരിക്കാൻ വരുന്നവരുടെ ബാഹുല്യം കൊണ്ടൊന്നുമല്ല പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ഒരു പ്രൗഢി. അള്ളാഹുവിൻ്റെ ഭവനമല്ലേ, അത് മറ്റേത് ഭവനത്തെക്കാളും തല ഉയർത്തി നിൽക്കണം. അതിനാണ് ഈ മിനാരം. അങ്ങനെ ഒരു വൈപ്പുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് കേട്ട ഒരു കഥയാണ്. അള്ളാഹുവിൻ്റെ ഭവനമായിരിക്കണം മറ്റു ഭവനങ്ങളാൽ പൊങ്ങി നിൽക്കേണ്ടത്. പക്ഷേ ഇന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. ഈ മിനാരത്തിൻ്റെ ഒരു തീസിസ് അതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും തിരുവിതാംകോട്ടെ ചെറിയ പള്ളി പുതുക്കി പണിയാൻ തീരുമാനിച്ചു. വലിയ പള്ളിയായി കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെയാണല്ലോ. വലിയ പള്ളി എന്ന് വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ ഹാള് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വരെ വരാവുന്ന, ചുരുക്കുകയാണെങ്കിൽ ഒരു 7,000 8,000 സ്ക്വയർ ഫീറ്റ് വരത്തക്ക രീതിയിലുള്ള ഹാളാണ്. ഈ നിസ്കരിക്കാൻ വരുമ്പോൾ അതിൽ ഒരു വരിയിൽ ഒരു 25 ആൾ വെച്ച് 3 4 വരികളിൽ 50 പേർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ മണിമന്ദിരം കെട്ടിപ്പൊക്കിയത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത്രയും ഒരു വലിയ പള്ളിയുടെ പേര് ചെറിയ പള്ളിയാണെങ്കിലും അവിടെ വേണ്ടത് ഒരു ചെറിയ പള്ളിയാണ്. പക്ഷേ ഇത് കെട്ടാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പണത്തിൻ്റെ പ്രവാഹമായിരിക്കും. പണം പ്രവഹിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വേലപ്പാടുകളും ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് അറിയാം. ഈ ചെറിയ പള്ളി പുതുക്കി പണിയാൻ തീരുമാനിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു മുസ്ലിയാരെ കൊണ്ടുവന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയാളുടെ പേര് ചട്ടമ്പി മുസ്ലിയാർ എന്നാണ്. മുസ്ലിയാർ എങ്ങനെ ചട്ടമ്പി ആകുക? ചട്ടമ്പിമാരൊക്കെ മുസ്ലിയാക്കന്മാർ കൂടി ആയിരിക്കാം. അയാൾ വന്ന് പ്രസംഗിക്കുക. 14 ദിവസത്തെ പ്രസംഗം. ഫണ്ട് ശേഖരണമാണ് മുഖ്യ ഉദ്ദേശം. എൻ്റെ കുടുംബസ്ഥിതി പറയുകയാണെങ്കിൽ അതിദയനീയം. ഞങ്ങൾക്കാകെ വസ്തുവായിട്ടുള്ളത് ഒരു വീടാണ്. എൻ്റെ വാപ്പാടെ വാപ്പാക്ക് 3 ആൺസന്തതികളാണ്. ഈ 3 പേരുടെയും പേരിൽ ഒരു വീട്. ഏകദേശം ഒരു 3 സെൻറ്റ് കഷ്ടിച്ചു വരും. ഒരു ചെറിയ പഴയ വീട്. ഈ ബാക്കി 2 പേരുടെയും പങ്ക് എൻ്റെ വാപ്പ വിലയ്ക്ക് വാങ്ങിച്ചു. അതോടുകൂടി എൻ്റെ വാപ്പയുടെ കച്ചവടം സ്വാഹ. അന്നത്തെ ആളുകളുടെ എന്താ പറയുക, കണക്ക് കൂട്ടലുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഇത്രയും ദാരിദ്ര്യത്തിൽ, അതായത് അണ്ടർ സ്റ്റാർവേഷനിൽ കഴിയുന്ന എൻ്റെ വാപ്പ മരിച്ചപ്പോൾ ഉള്ള എല്ലാ വരുമാനവും നിലച്ചുപോയി. അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിച്ച ഒരാളാണ് ഞാൻ. ചക്ക സീസണിൽ വല്ലവൻ്റെ വിളയിലെ ചക്ക പഴുത്ത് കിട്ടിയാൽ അതും കഴിച്ചാണ് വളർന്നത്. മാമൻ്റെ വീട്ടിലാണ് താമസം. ഓരോ നേരത്തെ ആഹാരത്തിന് ഓരോ ദിവസത്തെയും ആഹാരത്തിന് എന്താണ് വഴി? പാപ്പയ്ക്ക് സുഖമില്ല, മറ്റു വരുമാനങ്ങളൊന്നുമില്ല. എൻ്റെ മാമൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്.
അദ്ദേഹത്തിൻ്റെ പരിമിതമായ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം 40 രൂപ ഞങ്ങളുടെ ദാരിദ്ര്യാവസ്ഥ കണക്കിലെടുത്ത് അദ്ദേഹം കൊടുത്തേക്കും. അതാണ് ആകെ 40 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 40,000 രൂപയോളം വരുമെന്നാണ് ഒരു കണക്കൂട്ടൽ, അല്ലെങ്കിൽ ഒരു 4,000 രൂപ കൂട്ടിക്കും. വ്യക്തമായി എനിക്ക് പറയാൻ അറിയുന്നില്ല. എന്തായാലും ദാരിദ്ര്യം വിട്ടുമാറാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ പ്ലാനും അതുമായി ബന്ധപ്പെട്ട് മതപ്രസംഗ പരമ്പരയും. എൻ്റെ ഉമ്മയും പ്രസംഗം കേൾക്കാൻ പോയി. ഉമ്മയ്ക്കുണ്ടായിരുന്ന ആകെ ഒരു സ്വർണ്ണമാല, എത്ര പവനെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ പ്രസംഗം വെച്ച് അവരങ്ങ് ഊരിയെടുത്തു. ഞാനിത് പറയാൻ കാരണം, ഈ വഖഫുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുവകകളുടെ വരവിൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഈ എല്ലാത്തരം ആവേശങ്ങളും എല്ലാത്തരം ഭക്തിയും എല്ലാത്തരം എന്താ പറയുക ഒരു അഭിനിവേശവും സാമ്പത്തികതയിൽ കൈകടന്നു. ആവേശം കൊണ്ട് പലതും ചെയ്യുന്ന ആളുകൾ നമ്മളാണ്. ഒരിക്കൽ ഒരു മതപ്രസംഗ വേളയിൽ ഉസ്താദ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ജോനകപ്പുറം പള്ളിയിൽ, ചെറിയ പള്ളി, ഒരു കൊച്ചു ദർഗയുണ്ട് അവിടെ, മതപ്രസംഗം നടത്തിയപ്പോൾ ഓരോരുത്തരും അവർക്ക് കയ്യിൽ എന്താ ഉള്ളത് അത് കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ ബാലനാണ്, ഒരു 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ പഠിക്കുന്ന വിദ്യാർത്ഥി. എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. തലയിലൊരു തൊപ്പി ഉണ്ടായിരുന്നു, അത് ഊരി ഞാൻ കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ വാക് സാമർഥ്യം കൊണ്ട് ഏറ്റവും അധികം ലേലത്തിൽ വിറ്റുപോയത് വിദ്യാർത്ഥിയായ എൻ്റെ തൊപ്പിയായിരുന്നു. ആ തൊപ്പി വാങ്ങിച്ചാൽ എനിക്ക് ആ തൊപ്പി തിരിച്ചു തന്നു, സന്മനസ്സാണ്. അങ്ങനെ ഈ പള്ളി കിട്ടാനായിട്ട് എൻ്റെ ഉമ്മ ആകെ ഉണ്ടായിരുന്ന സ്വർണ്ണമാല വഖഫ് ചെയ്തു. ഈ വഖഫ് എന്ന വാക്ക് ഞാൻ പ്രത്യേക ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് വഖഫുകൾ കിട്ടുക. വിശ്വാസത്തിൻ്റെ തള്ളിക്കയറ്റം കൊണ്ട് അഭിനിവേശം കൂടിയിട്ട് സ്വകാര്യ സ്വത്തുകൾ ഇങ്ങനെ ആളുകൾ മതത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രത്യയശാസ്ത്ര മമത കൊണ്ടുമൊക്കെ കൊടുത്തു പോകാറുണ്ട്. ഞാനിത് പറയാൻ കാരണം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഭൂമി തിരിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ കഥ അവിടെ നിൽക്കട്ടെ. മറ്റൊരു കഥയിലേക്ക് നമുക്ക് പോയിട്ട് ഈ കഥയിലേക്ക് തിരിച്ചു വരാം. കഥയല്ല, സംഭവങ്ങൾ. മണക്കാട് വലിയ പള്ളി, അവിടുത്തെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും മുമ്പ്, ഇപ്പോഴല്ല, രാജിവെക്കേണ്ടി വന്നു. കാരണം പള്ളി കാമ്പൗണ്ടിലെ ചന്ദനമരം മുറിച്ചു വിറ്റു. ഈ ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെതാണെങ്കിൽ ഒരു കൈകർത്താവ് വേണ്ടേ? കർത്താവിൻ്റെ ഒരു കൈകർത്താവ്. അങ്ങനെ ഒരു കൈകർത്താവ് തൻ്റെ കൈകർത്തത്തിൽ ആ മരങ്ങൾ മുറിച്ചു വിറ്റു. ഞാനിത് വഖഫ് ബോർഡുമായി ബന്ധപ്പെടുത്തുക. എന്നോട് ചോദിച്ചാൽ എൻ്റെ മാത്രം അഭിപ്രായമാണ്. തെറ്റാകാം, ശരിയാകാം, നിങ്ങളാണ് അതിൽ അഭിപ്രായം പറയേണ്ടത്. ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരിൽ എത്ര ശതമാനം ആളുകൾ രാഷ്ട്രത്തെയും ജനങ്ങളെയും സേവിക്കാൻ വേണ്ടി അത് ചെയ്യും? നിങ്ങൾ സ്വയം ചോദിക്കൂ, സ്വയം ഉത്തരം കണ്ടെത്തൂ. 0 എന്ന ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 100 മാർക്കാണ്. അങ്ങോട്ട് പിന്നീട് അംഗസംഖ്യയുടെ മാറ്റമനുസരിച്ച് നിങ്ങളുടെ മാർക്കും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഈ വഖഫ് ബോർഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ ആണോ നടക്കുന്നത്? നടക്കൂ. നടക്കുമെന്നൊക്കെ നമുക്ക് അഭിമാനിക്കാൻ പറയാം. ഒരു ആവേശത്തിൽ
ഒരു എന്താ പറയുക അഭിനിവേശത്തിൽ. അതൊക്കെ അങ്ങനെയാണ്. ഈ ശബരിമലയിൽ കാണിക്ക എണ്ണാനിരിക്കുന്നവർക്ക് ജട്ടി ഇടാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടു. ജട്ടിക്കകത്ത് കാശ് തിരികെ കയറ്റും. അങ്ങനെ അല്ലെങ്കിൽ തന്നെയും കാശ് തിരികെ കയറ്റും. മനുഷ്യൻ ആർത്തി പൂണ്ടവനാണ്. എത്ര കിട്ടിയാലും അവൻ്റെ ആർത്തി സംഭരിച്ചു വെക്കുക. അടുത്ത നേരത്തെ ഭക്ഷണം അനിശ്ചിത്വത്തിൽ ആയതുകൊണ്ട് ഈ സമ്പാദ്യമെന്ന സ്വഭാവം നമ്മുടെ മണ്ടയ്ക്കകത്ത് ഡംബിട. അതുകൊണ്ട് നമ്മൾ ഏത് മേഖലയിലും നമ്മുടേതായ സമ്പാദ്യങ്ങളുടെ മാർഗങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ബോഫേഴ്സ് ഉൾപ്പെടെ, എന്താ പറയുക, അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളിലെമ്പാടും അഴിമതിയുടെ കഥകൾ കേൾക്കുക. ഈ അഴിമതി കഥ കേൾക്കുമ്പോൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയിട്ട് ചോറിൽ കൈയിട്ടവൻ ഉൾപ്പെടെ എത്ര കിട്ടിയാലും മതി വരാതെ എന്തെല്ലാമോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാരിക്കൂട്ടുന്ന അംബാനിമാരും ഒക്കെ എന്നിൽ അതിശയം വളർത്തുന്ന ഒരു സംഭവ വികാസമാണ്. ഞാനും മൈത്രേയനോട് ചോദിച്ചിട്ടുണ്ട്, അയാൾക്ക് അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരാൾക്ക് കണ്ടമാനം സ്വത്തുണ്ട്, ടാറ്റയോ ബിർളയോ അംബാനിയോ അദാനിയോ ആരും ആയിക്കോട്ടെ. പക്ഷേ അയാൾക്ക് അനുഭവിക്കാൻ എത്രത്തോളം ആകും? ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറോ 9 മണിക്കൂറോ ഉറങ്ങിക്കഴിഞ്ഞാൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വാഹനം, സൗകര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അയാൾക്ക് എങ്ങനെയാണ് ഈ ജീവിത സുഖം അനുഭവിക്കാൻ സാധിക്കുക? അതിനൊരു പരിധിയില്ലേ? ഒരു പരിധി കിടന്നുള്ള ഒരു സുഖം എത്രയുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യൻ്റെ ത്വര അടങ്ങില്ല. അടക്കാൻ പറ്റാത്ത ഒന്നാണ് ഭാവിയുടെ അനിശ്ചിതത്വം കൊണ്ടുണ്ടായിപ്പോയ ഒരു ഇടിച്ചുകയറ്റൽ നമ്മുടെ തലമണ്ടയ്ക്കകത്ത്. അതുകൊണ്ട് വഖഫ് കൈകാര്യം ചെയ്യുന്നവരൊക്കെ സംശുദ്ധരായിരിക്കുമെന്നും അവരൊന്നും അതിനകത്ത് കൈ കടത്തില്ല എന്നും എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാകത്തിലുള്ള ഒരു മണ്ടത്തരം എനിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ചരിത്രത്തെ നേരെ നമ്മുടെ നബിയുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയാൽ അവിടെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം അന്യഗോത്രങ്ങളെ കൊള്ളയടിച്ച് അവരുടെ സ്ത്രീകളെയും ഒട്ടകങ്ങളെയും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെയും അധീനപ്പെടുത്തുകയായിരുന്നു മുത്തിൻ്റെ പല പണികളിൽ ഒരു പണി. മുത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ തമ്മിൽ ഇത്തരം പണികൾ ഉണ്ടാവില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കാൻ സാധിക്കുക? അപ്പം ആ പാരമ്പര്യത്തിൽ വന്നവർ ഇന്ന് യുദ്ധം, വെട്ടിപ്പിടുത്തം, അന്യാധീനപ്പെടുത്തൽ ഇതൊക്കെ സാധ്യമല്ലാത്തത് കൊണ്ട് വഖഫിൻ്റെ കാര്യം വരുമ്പോൾ കൈകടത്താത്ത മണ്ടന്മാർ എത്രയുണ്ടാകും എന്നൊരു കണക്കെടുപ്പ് വളരെ രസാവഹമായ ഒരു ഫലമാണ് നമുക്ക് തരിക. ഇപ്പം മൈത്രേയൻ പറയാറുണ്ട്, രാഷ്ട്രീയക്കാർക്ക് സർക്കാർ വേതനം നൽകണം. എന്തിനാ? അവൻ അല്ലെങ്കിൽ അഴിമതിക്കാരനായി തീരും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ തിരികെ വീട്ടിൽ വരുമ്പോൾ അവൻ്റെ ചിലവ്, അവൻ്റെ വീട്ടിലെ ചിലവ് എങ്ങനെ നിർവഹിക്കപ്പെടും? അവന് മാർഗം കണ്ടെത്തിയേ പറ്റൂ. അവൻ അഴിമതി നടത്തുന്നതോടൊപ്പം അവനെ ആരൊക്കെ കൊണ്ട് അഴിമതി നടത്തിപ്പിക്കുമെന്നുകൂടെ നിങ്ങൾ ആലോചിക്കുക. അത് തടയാനുള്ളൊരു പോംവഴിയായിട്ടാണ്
രാഷ്ട്രീയ പ്രവർത്തനത്തിന് കോഴ്സ് ഏർപ്പെടുത്തി അതിൽ ജയിച്ചു വരുന്നവരെ നിയമിച്ച് അവർക്ക് ശമ്പളം കൊടുക്കേണ്ട ഒരു വ്യവസ്ഥ സങ്കല്പത്തിലാണെങ്കിലും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ കാര്യങ്ങളിൽ ഈ കുടിയിറക്കവുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കൊള്ളസംഘത്തിൻ്റെ കയ്യിൽ ഭൂമി വിട്ടുകൊടുക്കാതെ പാവപ്പെട്ടവർ ജീവിക്കുന്ന വസ്തുവകകൾ സന്മനസ് കണക്കാക്കി അവർക്ക് തന്നെ പതിച്ചു കൊടുക്കേണ്ടതാണ്. അവിടെ അവരെ ജീവിക്കാൻ അനുവദിക്കേണ്ടതാണ്. ഈ വഖഫ് പൊതുമുതലാണ്. പൊതുമുതൽ കൊള്ളയടിക്കപ്പെടേണ്ടതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ബന്ധു വഖഫ് ഭൂമിയിൽ കാലാകാലങ്ങളായി ജീവിക്കും. ഓക്കെ, എന്നെ കുടിയിറക്കാൻ വന്നാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ കുടിയിറക്കുന്നതിനാണ് വഖഫ് ഭൂമിയിലേക്ക് മുതൽ കൂട്ടാനായിട്ട്. മുതൽ കൂട്ടിയാലോ അവിടെ കൊള്ള, അഴിമതി, അരാജകത്വം ഒക്കെ നടക്കും. അപ്പോൾ വ്യക്തിഗതമായി ചിന്തിക്കുമ്പോൾ എൻ്റെ ചിന്ത പരിപൂർണമായി ശരിയെന്ന വാദമൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല. പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഇത്തരം ന്യായ വിരുദ്ധമായ പ്രവർത്തനം ചെയ്യാനായിട്ട് പാവപ്പെട്ടവൻ്റെ ഭൂമി പിടിച്ചടക്കി അവന് കൊടുക്കേണ്ട ബാധ്യത നന്മയിലും സ്നേഹത്തിലും വിശ്വസിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വഖഫ് ഭൂമികൾ ചെയ്യേണ്ട കാര്യം ആ സമുദായത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ടവർക്ക് അത്തരം ഭൂമികൾ പതിച്ചു കൊടുക്കുക. അവർ താമസിക്കുന്ന ഭൂമിയെ തിരിച്ചെടുക്കുകയല്ല വേണ്ടത്. വിൽക്കാൻ പറ്റാത്ത രീതിയിലോ മറ്റോ ഒരു എന്താ പറയുക, ഒരു ചരട് ഇട്ടുകൊണ്ട് തന്നെ അവർക്ക് വിനിയോഗിക്കാൻ പാകത്തിൽ വെറുതെ കിടക്കുന്ന വഖഫ് ഭൂമികൾ ആ സമുദായത്തിലെ ബിലോ പോവർട്ടി ലൈൻ BPLക്കാർക്ക് താൽക്കാലികമായെങ്കിലും നൽകണമെന്നാണ് എൻ്റെ പക്ഷം. അത് മുനമ്പത്ത് തിരിച്ചെടുക്കലല്ല ആവശ്യം, പതിച്ചു കൊടുക്കലാണ്. തിരിച്ചെടുക്കൽ കൊള്ളയ്ക്കാണ്, കളവിനാണ്. കട്ടാൽ കൈവിട്ടുമോ? ഇല്ല. കട്ടവൻ്റെ കൈ മുത്തും. അങ്ങനെയാണല്ലോ, മുത്താൻ കൊടുക്കും. അതാണ് കാലം. അതുകൊണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികളും മറ്റും തിങ്ങിപ്പാർക്കുന്ന മുനമ്പത്തെ പ്രദേശത്തെ, ഞാൻ ഈ പറയുമ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, അവർക്ക് വഖഫ് ഇതങ്ങ് ദാനം ചെയ്യുക. കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പട്ടയം അവർക്ക് കൊടുക്കുക. അവർ അനുഭവിക്കട്ടെ. അതായിരിക്കും ചിലപ്പോൾ ദൈവത്തിന് പോലും അയാൾ ഉണ്ടെങ്കിൽ, ഇല്ല എന്നാണ് എൻ്റെ വാദം, ഇഷ്ടപ്പെടുക. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ആർക്കാണ് ഇഷ്ടം? ദൈവത്തിൻ്റെ അനിഷ്ടമാണ് ഇവർക്കിഷ്ടം, ദൈവമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ ശക്തമായി പറയുകയാണ്, വഖഫ് ഭൂമി, മുനമ്പത്തെ വഖഫ് ഭൂമി താമസക്കാർക്ക് പതിച്ചു കൊടുക്കുക. അതിൽ പരം ഒരു ന്യായം വഖഫിന് ഇന്ന് ചെയ്യാനില്ല. ചെയ്തു പോയ പാപങ്ങളുടെ കറ കഴുകാനുള്ള ഒരു ഉപാധിയാണ് മുനമ്പത്തെ ഭൂമി പാവപ്പെട്ടവന് എഴുതി കൊടുക്കുക എന്ന്. ഇനി പള്ളിക്കോ മറ്റെന്തെങ്കിലും മദ്രസക്കോ ഒരു ഭൂമി ഉണ്ടെങ്കിൽ അത് ഈ പ്രദേശത്തെ ആളുകളുമായി ചർച്ച ചെയ്ത് വളരെ മിനിമം ഭൂമി അതിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. ബാക്കിയുള്ള ഭൂമി മൊത്തം പാവപ്പെട്ടവന് അർഹതപ്പെട്ടതാണ്. അതിന് കടിഞ്ഞാണുമായി ഇടങ്കോലുമായി നിൽക്കുന്നത് ദൈവവിരുദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.